കയറ്റുമതി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാം പറയുന്നത് ഇന്ത്യയിൽ നിന്നും എത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് അയക്കാൻ കഴിയുന്നത്, എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ വിപണിയിൽ നിന്നും കിട്ടും എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്പർ 1 ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തുണിത്തരങ്ങളാണ്. അത് നമുക്ക് ചരിത്രം കൂടി പരിശോധിക്കേണ്ടി വരും. നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 300-350 വർഷത്തോളമുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ കമ്പനിയുമായി കച്ചവടത്തിനാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ വന്നിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തു പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ റോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ലോക വിപണിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ വ്യാപാരത്തിന്റെ ഒരു സ്ട്രാറ്റജി, തന്ത്രം. ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്നും പല പ്രോഡക്റ്റുകളും, ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഇരുമ്പടക്കം ഒരുപാട് പ്രോഡക്റ്റുകൾ അവർ കൊണ്ടുപോയെങ്കിലും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അമേരിക്ക അടക്കം ലോകത്തിലുള്ള മൊത്തം രാജ്യങ്ങളിൽ, ലോക രാജ്യങ്ങളിലെ ജനസംഖ്യയിൽ 60% പേരും ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ ഉപയോഗിച്ച്, പരുത്തി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ തുണിത്തരങ്ങൾ 60% ലോകം മുഴുവൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ടൈറ്റാനിക് അടക്കം ഉള്ള ചരിത്ര സംഭവങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നതെല്ലാം ഇന്ത്യൻ തുണിത്തരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു ലെഗസി നമുക്ക് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അതെല്ലാം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു നല്ല വെബ്സൈറ്റിൽ നല്ല ഡ്രസ്സുകൾ, യൂറോപ്പിലെല്ലാം വിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ അത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നല്ലൊരു രീതിയിൽ ഒരു കച്ചവട തന്ത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തുണിത്തരങ്ങളാണ്, ഗാർമെന്റ്സ് ആൻഡ് ക്ലോത്തിങ് ആണ് എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്. എഞ്ചിനീയറിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും ഇപ്പോൾ ഓട്ടോമൊബൈൽ പാർട്സ് എടുക്കാം. ഇപ്പോൾ ചെന്നൈയിലെ ചെങ്കൽപ്പെട്ട് ആ ഡിസ്ട്രിക്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ പല കമ്പനികളും ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്പെയർ പാർട്ടുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കാവുന്നതാണ്. സ്പെയർ പാർട്ടുകൾ മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന പഞ്ചാബിലൊക്കെ ഒരുപാട് കമ്പനികളുണ്ട്. പിന്നെ മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ സോളാർ എനർജി, അതിനുള്ള കോമ്പണൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അതുപോലെ വിൻഡ് എനർജി പോലെയുള്ള കമ്പനികൾ, അതുണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഈ പ്രോഡക്റ്റുകളെല്ലാം എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ്, പലതരത്തിലുള്ള മെഷീൻസ്, മാനുഫാക്ചറിങ് സെറ്റപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസിനൊക്കെ ആഗോള വിപണിയിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. പ്രത്യേകിച്ചും ആഫ്രിക്കയിലും മറ്റും അവർ ഒരുപാട് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് ലോക വിപണിയിൽ എത്തത്തക്കവണ്ണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിക്ക് അനുയോജ്യമായ മേഖലകളിൽ നമ്പർ 1 എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ മേഖല. ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരുപാട് വലിയ വളർച്ച കൈവരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, ഒരു 30-35 വർഷമായിട്ട് പല കമ്പനികളും ഇന്ത്യയിൽ എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നത് നമ്മൾ കാണുന്നു. അതുമാത്രമല്ല, ഇന്ത്യയിൽ വലിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത് ജനറിക് മെഡിസിൻസിന്റെ വിപ്ലവമാണ്. ജനറിക് മെഡിസിൻസ് നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സിപ്ല പോലെയുള്ള കമ്പനികളുടെ മെഡിസിനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1%, 2%, 5% പ്രൈസ് വരുന്ന തരത്തിൽ ജനറിക് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട്, ജനറിക് മെഡിസിൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബ്രാൻഡ് അവരുടെ റിസർച്ച് വിങ്ങിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ അവരുടെ കാലാവധിക്ക് ശേഷം, അവരുടെ ഒരു ബോണ്ടഡ് ടൈമിന് ശേഷം അത് ലോക്കൽ മാനുഫാക്ചറേഴ്സ് പല പേരുകളിൽ മാനുഫാക്ചർ ചെയ്ത് അതേ സോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിൽക്കുന്നതിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. ജനറിക് മെഡിസിന്റെ കാര്യത്തിൽ ഇന്ത്യ വലിയ വളർച്ച നേടിയിട്ടുണ്ട്. വില കുറഞ്ഞ മരുന്നുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും, പുവർ കൺട്രീസിലും നമുക്ക് വിൽക്കാൻ കഴിയും.
വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിൻ്റെ അകത്തുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ലോകവിപണിയിൽ നമ്മൾ കണ്ടതാണ്, ഒരു ദുരന്തം വന്നപ്പോൾ, ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് അതിന്റെ വാക്സിൻ ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കാൻ കഴിഞ്ഞത് ഇന്ത്യക്കാണ്. അത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇന്ത്യ വളരെ മുന്നോട്ട് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ്, ഈ ഫാർമസ്യൂട്ടിക്കൽ അല്ലാതെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് പലതരത്തിലുള്ള വീഡിയോ കോൺഫറൻസിങ് വഴി വീഡിയോ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്, ടെലി ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്, അതുപോലെ വിർച്വൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്, റോബോട്ടിക് സർജറീസ് നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് വലിയ ഒരു അവസരം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ, മെഡിക്കൽ മേഖലയിൽ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇതിലെ കയറ്റുമതിക്കാർക്ക് വലിയ തോതിൽ ഒരു ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് IT മേഖല, ഇൻഫർമേഷൻ ടെക്നോളജി, സാങ്കേതിക വിദ്യ. അതിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, കൺസൾട്ടൻസീസ്, അല്ലെങ്കിൽ BPO തുടങ്ങി ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലുള്ള സേവനങ്ങൾ ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കമ്പനികളുമായി ചേർന്ന് IT സേവനങ്ങളും മറ്റും നമുക്ക് വിദേശത്തേക്ക് നമുക്ക് കയറ്റി അയക്കാൻ പറ്റും. അതിലൂടെ വിദേശ വിപണിയിൽ നിന്നും വിദേശ നാണ്യം നേടാൻ പറ്റും. അത് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന, ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖലയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ചെറുപ്പക്കാരുടെ ദേശമാണ്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്, ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം മേഖലകളിൽ നമുക്ക് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറാണ് നമ്മൾ വിൽക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ നിന്നും വിൽക്കാതെ ഓൺലൈൻ സേവനങ്ങളിലൂടെയും മറ്റും നമ്മൾ സോഫ്റ്റ്വെയർ അയച്ചു കൊടുത്തിട്ട് നമുക്ക് വലിയ ഒരു പണം അതിൽ നേടാൻ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത്, നമ്മുടെ രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഒന്നും തന്നെ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇന്ത്യൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ടത് IT ആണ്, ഈ വിവര സാങ്കേതിക വിദ്യയാണ് എന്നുള്ളത് നമുക്ക് ഊന്നി പറയേണ്ടി വരും. ഏറ്റവും പറ്റിയ ഒരു മേഖല വിവര സാങ്കേതിക മേഖലയാണ്, IT മേഖലയാണ്. IT മേഖലയിൽ വലിയ കയറ്റുമതി സാധ്യതകൾ ഉണ്ട് എന്ന് മാത്രമല്ല, വലിയ തരത്തിലുള്ള കയറ്റുമതി വിജയങ്ങൾ നമ്മൾ കാണുന്നു. ഇൻഫോസിസ് പോലെയൊക്കെ ഉള്ള ഹ്യൂജ് കമ്പനീസ് വേൾഡ് വൈഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ കയറ്റുമതിക്കാർക്ക് നല്ലൊരു അവസരം നേടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയണം. ഈ കോഴ്സിൽ പല അവസരങ്ങളിലായി ഞാൻ അഗ്രികൾച്ചർ എക്സ്പോർട്ടിനെ കുറിച്ച്, ഭക്ഷ്യവസ്തുക്കളുടെ എക്സ്പോർട്ടിനെ കുറിച്ച് വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാന വിഷയം ഇന്ത്യ ഒരു അഗ്രികൾച്ചർ കൺട്രിയാണ്, അഗ്രികൾച്ചർ എക്സ്പോർട്ട് കൺട്രിയാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ വലിയ രീതിയിൽ പറയേണ്ട കാര്യമില്ല. എങ്കിലും നാം പറഞ്ഞതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അരി പോൽ തുടങ്ങി ഇറച്ചി മുതൽ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഇന്ത്യയിൽ നിന്നും വളരെ ചീപ്പായിട്ട് നമുക്ക് കയറ്റി അയക്കാൻ കഴിയും. ലോക വിപണിയിൽ വലിയ ഒരു മാർക്കറ്റ് കണ്ടെത്താൻ കഴിയുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന എക്സ്പോർട്ടർമാരായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് ഞാൻ ഇപ്പൊ ലിങ്ക്ഡിൻ പ്രൊഫൈലിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് എക്സ്പോർട്ടർമാർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലുള്ള ഗ്രോസറി പ്രോഡക്ട്സ്, ഓണിയൻസ്, അല്ലെങ്കിൽ റൈസ്, അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ലൈക്ക് സ്പൈസസ്, സോൾട്ട് മുതൽ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന പല കമ്പനികളും നിലവിലുണ്ട്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും ഭക്ഷ്യ സാധനങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും പ്രധാനമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നറിയുന്നതിൽ കൂടി സന്തോഷമുണ്ട്. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോട്ടണിലും മറ്റും ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കരകൗശല വസ്തുക്കൾ. നമ്മുടെ നാട്ടിൽ നിന്നും പുറ രാജ്യങ്ങളിൽ ഇപ്പോൾ സോഫ കവർ, അല്ലെങ്കിൽ പില്ലോ കവർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ബൊമ്മകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ വളരെ കളർഫുൾ ആയിട്ട് രാജസ്ഥാൻ ഭാഗത്തും ഡൽഹി ഭാഗത്തും എല്ലാം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഇതെല്ലാം തന്നെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ വിലയിൽ, വലിയ മാർജിനിൽ നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റും. വലിയൊരു സാധ്യതയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റ് കരകൗശല വസ്തുക്കൾ, ഹാൻഡിക്രാഫ്റ്റ്സിൽ വളരെ കാലമായിട്ട് ഇന്ത്യ വലിയ ഒരു നേട്ടമുണ്ട്. ഇപ്പൊ ആഗ്രയിൽ നിന്നും സോഫ്റ്റ് മാർബിളിൽ ഉണ്ടാക്കുന്ന അണ്ടർകട്ടുകൾ, ഓണക്സ് പോലെയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോണുകളിൽ ഉണ്ടാക്കുന്നത്, പിന്നെ പേപ്പിയർ മെഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ കാശ്മീരിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്.
ചെറിയ ബോക്സുകൾ, ജ്വല്ലറി ഇട്ട് വെക്കുന്ന ബോക്സുകൾ, പിന്നെ കാശ്മീരിൽ നിന്നുണ്ടാക്കുന്ന കാർപ്പറ്റുകൾ, അതുപോലെ വേറെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ശീശം വുഡിൽ മുസാഫർ നഗർ അങ്ങനെയുള്ള ഏരിയയിൽ UP-യിലൊക്കെ ഉണ്ടാക്കപ്പെടുന്ന സാധനങ്ങൾ, ഇതെല്ലാം തുടങ്ങി. ബുദ്ധരെ പോലെയുള്ള ആൾക്കാരുടെ വിഗ്രഹങ്ങൾ, ശിലകൾ, ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ അടക്കം കരകൗശല വസ്തുക്കളുടെ ഒരു കടലാണ് ഇന്ത്യയിലെന്ന് ഞാൻ പറയാം. ഇന്ത്യയിൽ ആഗ്രയിൽ തന്നെ ആഗ്ര ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോറൂം ഉണ്ട്. വളരെ കാലമായിട്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ജയിലിലെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ആഗ്രയിൽ തന്നെ നോക്കിയാൽ ഈ അണ്ടർകട്ട് എന്ന് പറയുന്നത് ഒരു ആനയുടെ അകത്ത് വേറൊരു ആനയെ കുത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ മാജിക്കൽ ആയിട്ടുള്ള പല സാധനങ്ങളും, നല്ല ഭയങ്കര രസമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താജ്മഹലിനെ തന്നെ ഉണ്ടാക്കി വെക്കുക. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ മാർബിൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെസ് ബോർഡുകൾ ഉണ്ടാക്കി വെക്കുന്ന ചെറിയ ചെസ് ബോർഡുകൾ, ഇങ്ങനെയുള്ള മാർബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആഗ്രയിൽ നടക്കുന്നുണ്ട്. ഇതുപോലെ രാജസ്ഥാനിലായാലും പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾക്കെല്ലാം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മാർക്കറ്റ് ഉണ്ട്, സാധ്യതയുണ്ട്. അതിന് വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു എക്സ്പോർട്ടറിന് പെട്ടെന്ന് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. കയറ്റുമതിക്ക് അനുയോജ്യമായ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സംസ്കരണമാണ്. നമ്മൾ ഭക്ഷ്യ സാധനങ്ങളിൽ ഇപ്പൊ പിക്കിൾ പോലെയുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ ഫ്രൈഡ് ചിപ്സ്, സ്നാക്സ് പോലെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പപ്പടം, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്തൊക്കെ തരത്തിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിയും, വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ. നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായിട്ട് വിദേശ രാജ്യങ്ങളിൽ വലിയ ഷോപ്പിംഗ് മാളുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അപ്പൊ അവിടെയുള്ള ഷെൽഫിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുമ്പോൾ ആൾക്കാരുടെ കണ്ണ് ഇതിൽ ഉടക്കി നിൽക്കുകയും ഇത് കൊള്ളാമെന്ന് തോന്നി അവരെടുക്കുന്ന തരത്തിലുള്ള ഒരു അനുയോജ്യമായ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡിസൈനിങ്ങിലും പാക്കിങ്ങിലും എല്ലാം ഇന്റർനാഷണൽ ക്വാളിറ്റി പാലിച്ചുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഇറക്കുമതി ചെയ്യാനും പാക്കിംഗ് ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. ആഗോള മാർക്കറ്റിലേക്ക് ഇന്ത്യയിൽ നിന്നും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന, കയറ്റി അയക്കാൻ കഴിയുന്ന പ്രോഡക്റ്റുകളിൽ, പ്രധാന ഉൽപ്പന്നങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ആഭരണങ്ങളാണ്. ഇന്ത്യക്ക് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ആഭരണങ്ങൾ, പല മെറ്റലുകളിലും ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഡിസൈൻസും മറ്റു കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ആ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരം പ്രോഡക്റ്റുകൾ നമുക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കഴിയും. അതുമാത്രമല്ല, അതിൽ ആർട്ടിഫിഷ്യൽ ജുവലറി, ഗോൾഡ് ജുവലറി എന്നുള്ളത് മാത്രമല്ല, ഇതിനൊക്കെ വലിയൊരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, വലിയ ഹ്യൂജ് മാർക്കറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ജുവലറിക്കായാലും ഗോൾഡ് ജുവലറിക്കായാലും എല്ലാത്തിനും വലിയ മാർക്കറ്റ് ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് പറയേണ്ടത്, ഇപ്പോൾ ജെം ആൻഡ് ജുവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള പ്രൈസിൽ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലും മറ്റും വിൽക്കുന്ന പ്രൈസിൽ, അല്ലെങ്കിൽ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ വിൽക്കുന്ന പ്രൈസിൽ നമുക്ക് റോ മെറ്റീരിയൽ കിട്ടും. ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് ലോക്കൽ മാർക്കറ്റിൽ അത് 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് 6 മാസത്തിനകത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ആ സമയത്ത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു 6-7 വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും. ഇതുപോലെ പല പല പ്രോഡക്റ്റുകളും പല കല്ലുകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞതുപോലെ ശ്രീലങ്കയിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കാൻ ജെംസ് ആൻഡ് ജുവലറിയിൽ വലിയ സാധ്യതകളുണ്ട്.